ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. പി വി അൻവറിനെതിരെ ഫോൺ ചോർത്തൽ പരാതിയിൽ കേസ്. താൻ ഫോൺ ചോർത്തിയിട്ടില്ലെന്ന് അൻവർ. MLA അനുകൂലിച്ച് വിവിധ ഇടങ്ങളിൽ ഫ്ലക്സ്. പാലക്കാട് സംഘർഷം. നിലമ്പൂരിൽ പൊതുയോഗം 6:30. കുത്തുപറമ്പ് സമരനായകന് വിട നൽകാൻ നാട്. പൊതുദർശനം തുടരുന്നു. അന്ത്യാഭിവാദ്യം നൽകി CPM അണികൾ. സംസ്കാരം അല്പസമയത്തിനകം. സ്റ്റാലിൻ മന്ത്രിസഭയിൽ മുഖം മിനുക്കൽ. ഉദയനിധി ഉപമുഖ്യമന്ത്രി. 4 പേർ മന്ത്രിപദത്തിൽ. സെന്തിൽ ബാലാജി മടങ്ങിയെത്തി. പാർട്ടി കോൺഗ്രസിന് മുൻപ് CPM-ന് ജനറൽ സെക്രട്ടറി ഇല്ല. പ്രകാശ് കാരാട്ട് കോർഡിനേറ്ററാകും. തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിൽ. ADGP RSS കൂടിക്കാഴ്ച സംബന്ധിച്ച RSS നേതാവ്. ചീഫ് സെക്രട്ടറിമാർ അടക്കം നേതാക്കളെ കണ്ടിട്ടുണ്ടെന്ന് A. ജയകുമാർ. കൂടിക്കാഴ്ച എന്തിനെന്ന് വഴിയേ മനസ്സിലാകും. ബലാത്സംഗ കേസിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി നാളെ സുപ്രീം കോടതിയിൽ. സിദ്ദിഖിന്റെ ഒളിയിടം കണ്ടെത്താനാവാതെ പോലീസ്. അന്വേഷണം മകന്റെ കൂട്ടുകാരിലേക്ക്. ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസ്. നെഹ്റു ട്രോഫി ജലമേളയിൽ വിജയതർക്കം കോടതി കയറുന്നു. വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഹൈക്കോടതിയിലേക്ക്. 100 പേർക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസ്. PV അൻവർ MLA-ക്കെതിരെ ഫോൺ ചോർത്തൽ കേസ്. കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നെടുങ്കുന്നം സ്വദേശി തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സ്വകാര്യതയുടെ ലംഘനമാണ് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് അൻവർ ചെയ്തതെന്ന് അൻവറിനെതിരെ പരാതി നൽകിയ തോമസ്. രഹസ്യം ചോർത്താനുള്ള അധികാരം അൻവറിനില്ല. താൻ 12 വർഷം മുൻപ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നുവെന്നും പ്രശ്നങ്ങൾ മൂലം രാജിവെച്ചുവെന്നും തോമസ് പറഞ്ഞു. ഫോൺ ചോർത്തിയിട്ടില്ല എന്നാണ് PV അൻവറിന്റെ വിശദീകരണം. കോൾ റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അറസ്റ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അൻവർ പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് IG രണ്ടാമത് ഇതുണ്ടായിരുന്നു, മൊഴിയെടുത്തിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ ആക്കി കൊടുത്തു. എന്റെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് വന്ന കോളുകൾ റെക്കോർഡ് ചെയ്താണ്. ഈ കേസ് ഫോൺ ചോർത്തിയിട്ടില്ല. അല്ല, കേസ് ഇനിയും നിരവധി അനവധി പേര് ഞാൻ പറഞ്ഞില്ലേ. അല്ല, മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ഫോൺ ചോർത്തലും നടത്തിയിട്ടില്ല. മറ്റില്ലല്ലോ, ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് നിങ്ങൾ വിളിക്കുന്ന ഫോണുകളാണ് റെക്കോർഡ് ചെയ്തത്. അതെ അതെ, ഉള്ളൂ. വരട്ടെ. IG-ക്ക് മൊഴി കൊടുത്തതിന് ശേഷമാണ്, അപ്പൊ ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ കേസ്. അതെ അതെ, കേസുകൾ ഇനിയും വരൂലേ, കാത്തിരിക്കല്ലേ. ഇപ്പോഴുള്ള വകുപ്പുകൾ കോടതിയിൽ നിൽക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. നോക്കാന്ന് കോടതിയും പോലീസും ഒക്കെ ഇവിടെ ഇനിയും ഉണ്ടാവുമല്ലോ. നമ്മൾ പറഞ്ഞല്ലോ, ഞാനിപ്പോ അവസാനം എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയിലെ നീതിന്യായ ഈ രാജ്യത്തിന്റെ ഭരണഘടന, ഈ രാജ്യത്തിന്റെ ഓരോ പൗരനും ഉറപ്പ് വരുത്തിയിട്ടുള്ള രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുള്ള നിയമസംഹിതയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ന്യായാധിപന്മാരിലാണ് എന്റെ വിശ്വാസം. അല്ലാത്ത എല്ലാവരും ഞാൻ വിട്ടു. ഒരു ഫോൺ ചെയ്താൽ നിലമ്പൂരിലെ LDF പഞ്ചായത്തുകൾ താഴെ വീഴുമെന്ന് PV അൻവർ. ഇതിന് സമയമായിട്ടില്ല. പൊതുയോഗത്തിൽ 50 കസേരകളിടും. താൻ വിളിച്ചാൽ ആയിരക്കണക്കിന് സഖാക്കൾ വരും. അങ്ങനെ വിളിക്കാൻ സമയമായിട്ടില്ലെന്നും PV അൻവർ പറഞ്ഞു. നാളെ കോഴിക്കോട് മുതലക്കുളത്തും യോഗം വിളിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് സഖാക്കൾ വരും ഞാൻ വിളിച്ചാൽ. ഉത്തരവാദിത്തപ്പെട്ട് വരും. ഇവിടെ LDF ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തും പോകും. ഒരു വിളി ഞാൻ വിളിച്ചാൽ. ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞെന്താ, അവിടെ നിൽക്കുന്നത് നോക്കട്ടെ. ഇത് അങ്ങോട്ട് നമ്മൾ ആരെയും കുളങ്ങലക്കാൻ നിൽക്കുന്നില്ല. പിന്നെ ഈ പറയുന്ന EN മോഹൻദാസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന എന്താണ്, പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. ഒരു വാക്ക് ഈ ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾ കുറേ ദിവസം എൻ്റെ കൂടെ ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടോ, ഞാൻ പാർട്ടിയെ വിളിച്ചോ സാജിദ്, എന്താണ് വായ ഉറക്കാത്തത്? ഇതാണ് നിങ്ങളെ പ്രശ്നം. നിങ്ങൾ കൂടെ ഉണ്ടല്ലോ, ഞാൻ പാർട്ടിയെ വെല്ലുവിളിച്ചോ ഉണ്ടോ? മലപ്പുറത്ത് നിന്നും PV അൻവർ MLA-യെ പിന്തുണച്ച്, മലപ്പുറത്തിന് പുറത്തു നിന്നും PV അൻവർ MLA-യെ പിന്തുണച്ച് പോസ്റ്റർ. എറണാകുളം കോതമംഗലത്താണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കമ്പനിപ്പടിയിൽ വച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡിൽ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യം അവിടെ അവശേഷിക്കും എന്ന് കുറിച്ചിട്ടുണ്ട്.
പാലക്കാട്ട് ഇതിനിടെ PV അൻവർ രാവിലെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ സംഘർഷമുണ്ടായി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് സംഘർഷമുണ്ടായത്. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നമുക്കറിയാം 6:30 മണിയോടുകൂടിയാണ് PV അൻവർ വിളിച്ച പൊതുയോഗം ആരംഭിക്കുക നിലമ്പൂരിൽ. നേരത്തെ തന്നെ അവിടെയുണ്ട്. അവിടുത്തെ ഒരുക്കങ്ങൾ എന്തായി അനുമോദ്? ആ ലോറി തൊട്ടുപുറകിൽ കാണാം. ആ ലോറിയിൽ നിന്നാണ് അൻവർ അണികളോട് പ്രസംഗിക്കുക എന്നറിയുന്നു. കാലാവസ്ഥ വലിയ കുഴപ്പമില്ല. ഇവിടെ തിരുവനന്തപുരത്ത് വലിയ മഴയാണ്, വലിയ കനത്ത മഴയാണ്. ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയോ? ഇവിടുത്തെ കാലാവസ്ഥ കുഴപ്പമില്ല. രാഷ്ട്രീയ കാലാവസ്ഥ എന്താവും എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും അൻവറിന്റെ വേദി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, ആ ഒരു ലോറിയുടെ പിൻഭാഗത്ത് അദ്ദേഹത്തിന്റെ വലിയ ഫ്ലക്സ് വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള പോഡിയം, മൈക്ക്, അദ്ദേഹത്തിന് കയറാനുള്ള ഇടം ഇവിടെ തയ്യാറായിക്കൊണ്ട് ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇവിടെ നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വീഡിയോ വാള് കാണാം. നമുക്കറിയാം, അന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പല വാർത്തകൾ അല്ലെങ്കിൽ പല വെളിപ്പെടുത്തലുകളും ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പുറത്തുവിട്ടത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട. അപ്പോൾ സമാനമായ രീതിയിൽ എന്തെങ്കിലും വെളിപ്പെടുത്തൽ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം വീഡിയോ വാളും അതിനുള്ള സൗകര്യങ്ങളും മറ്റും ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു സാധാരണ ഒരു കാട് പിടിച്ച ഇടമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ നിരപ്പാക്കി ഈ ഒരു യോഗത്തിനുള്ള സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. സമയം 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും അൻവറിന്റെ അണികളാണ്, അൻവറിന്റെ വിശ്വസ്തരാണ്. പലരും അൻവറിന്റെ ഫോട്ടോയൊക്കെ കയ്യിലെടുത്തുകൊണ്ടാണ്. എവിടുന്നാണ് വരുന്നത്? ഞാൻ തെന്നല മലപ്പുറം. അൻവറിന്റെ ഇത് കേൾക്കാൻ വേണ്ടി ഇത്രയും ദൂരം വന്നത്? വരാം. തെന്നല ഞങ്ങൾ ഇവിടെ തന്നെ, അതരങ്ങാടി മണ്ഡലം. നിലമ്പൂർ മണ്ഡലം അല്ല. വരാൻ കാരണം പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായി, അത്ര തന്നെ. നേരിട്ട് അദ്ദേഹം എന്ത് കൂടുതൽ പറയണമെന്നുള്ളൊരു ആകാംക്ഷ അല്ല, അതിനൊരു സപ്പോർട്ട് വേണമല്ലോ. എന്തിനും ഒരു സത്യമാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ട്. അപ്പോ അതിന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എത്ര പേരുണ്ട്? ഒറ്റയ്ക്കാണോ? അല്ല, ഞങ്ങളൊരു വണ്ടിക്കാളുണ്ട്. വണ്ടിയാളുണ്ട് അല്ലേ? ഇവിടെ കൂടുതൽ ആള് നിങ്ങളൊക്കെ തന്നെ തന്നെയാണോ? അല്ല, ഞങ്ങൾ പട്ടാമ്പിന്നാണ്. എന്താണ് പട്ടാമ്പിന്ന് നിലമ്പൂർ വരെ? അവർക്കാരുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്ന അൻവർക്കാരുടെ പ്രസംഗം കേൾക്കാനാണ്. അപ്പോൾ നിങ്ങൾ പാർട്ടി അനുഭാവിയല്ല, ഒരു പാർട്ടിയിലും പെട്ടല്ല, ഒരു പാർട്ടിയിലും ഒരു ബന്ധമില്ല. 10 വർഷമായിട്ട് CPM ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്, അനുഭാവിയാണ്. നമ്മളെ വീട്ടിൽ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു വില്ലേജ് ഓഫീസിൽ വരെ പോയാൽ ഒരു നികുതി അടക്കാൻ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈക്കൂലി ചോദിക്കുന്ന ഒരു സമ്പ്രദായം, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു കാര്യത്തിനാണ് നമ്മൾ ഒരു ക്രിമിനലിന്റെ കാര്യത്തിൽ നമ്മൾ എതിരിൽ വന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്രതി പോയി വാദിയാവുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്? വളരെ 10 വർഷമായിട്ട് അനുഭവിക്കുന്ന ആളുകൾ. ഞാൻ ഒറിജിനൽ വാഴക്കാടാ. അൻവറിനെ കേൾക്കാനും അതെ, സംശയമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും സത്യം തുറന്നു പറഞ്ഞ ഒരു MLA കേരളം കണ്ട ഈ കാലത്തിൻ്റെ ഇടയിലുണ്ടായില്ല. ഒന്ന്. രണ്ടാമത്, അൻവർ പറഞ്ഞ 3 കാര്യം പിണറായിൻ്റെ ജന്മകാലത്ത് തെളിയിക്കില്ല എന്നുള്ളത് അതും ഉറപ്പാണ്. അല്ല, നിങ്ങൾ പാർട്ടിക്കാരനാണോ? ഏത് പാർട്ടി? 86 മാർക്സിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് നായനാർ എഴുതിൻ്റെ കയ്യിൽ തന്ന. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ ഞാൻ പാർട്ടിനോട് അൻവറിന്റെ കൂടെ സഹകരിക്കും. നിങ്ങൾ ഇവിടുത്തെ ഞാൻ ഇടയ്ക്ക നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ.
എന്താണെങ്കിലും ആളുകളൊക്കെ ഒരുപാട് ദൂരെ നിന്ന് വന്നവരുണ്ട്. നിങ്ങളൊക്കെ എവിടുന്നാണ്? നമ്മള് മലപ്പുറം ജില്ല കാടാമ്പുഴന്ന് വരികയാണ്. ഇതൊക്കെ ഞങ്ങളൊരു ഗ്രൂപ്പിൽ പെട്ട അംഗങ്ങളാണ്. നമ്മളെന്താ വെച്ചാൽ നല്ലൊരു MLA കണ്ടു നോക്കുമ്പോൾ MLAക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. അല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ നന്മ ചെയ്യുന്ന ജനങ്ങൾക്ക് പാവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു MLA ഉണ്ടെങ്കിൽ ആ MLAക്ക് നമ്മൾ വയനാടില്ലെങ്കിൽ വയനാട് പോകും. ഞങ്ങൾ അത് വിഷയമല്ല. കാസർഗോഡ് കാസർഗോഡ് പോകും. അങ്ങനത്തെ MLA ആയിട്ട് ഞങ്ങളെ കൂടെ വരുന്നത്, വേറൊന്നും പറയാനില്ല. അല്ലല്ല, ഞാനിവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ വിട്ടാണ്. ഈ മണ്ഡലത്തിലെ വോട്ടറാണ്. പക്ഷെ നമ്മള് ഒരു ജനാധിപത്യ മുന്നണിയുടെ ഒരു പിന്തുണയുള്ള ആളാണ്. അൻവർ സാധാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിൻബലത്തോടുകൂടി നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സത്യം മാർക്സിസ്റ്റ് പാർട്ടി ഇന്നത്തെ ഭരണാധികാരികളുടെ കൊള്ളത്തരങ്ങൾ കണ്ട് വെളിച്ചത്ത് വരുത്താനുള്ള ഒരു നേതാവായിട്ടാണ് കാണുന്നത്. ആ നേതാവ് എന്താ പറയണമെന്നുള്ള അറിയാൻ വേണ്ടി വന്നതാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് കരുതുന്നുണ്ടോ അൻവർ? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനല്ല, കോൺഗ്രസ്സുകാരനുമല്ല. ഓനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാര് പിന്തുണ കൊടുത്തെന്ന് മാത്രം. അല്ല, ഇപ്പൊ അൻവർ വിളിച്ചു പറയുന്നതിനോടൊക്കെ എത്രമാത്രം യോജിക്കാൻ കഴിയുന്നു? വിളിച്ചു പറയണ സത്യം സത്യം പോലെ വിളിച്ചു പറഞ്ഞാൽ ആ സത്യം നേരാണെങ്കിൽ അത് പ്രാബല്യത്തിൽ വരണം. അത് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? 90%. ഞാൻ ഈ മണ്ഡലത്തിലെ ആളല്ല, എങ്കിലും അൻവറിനെ സംബന്ധിച്ചാൽ നമുക്ക് പൊതുവിൽ നല്ലൊരു അഭിപ്രായം അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും പോകുന്ന ആളുകൾ. പക്ഷെ ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പറഞ്ഞത് യഥാർത്ഥത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസത്തിലാണ് ഇപ്പം നമ്മളെടുത്തുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് ഒരു സഹാവും ഒരു അനക്കം ഒരു അക്ഷരം മിണ്ടാത്തിൽ ആ പ്രതിഷേധം നമ്മൾ മൊത്തം പാർട്ടിനെ നമ്മൾ അതിൽ കുറ്റം പറയുന്നില്ല. ഇറ്റേൽക്കൊക്കെ മുഖ്യമന്ത്രി ചെയ്തിട്ടും ഒരു സഖാവ് എന്നെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അഭിപ്രായം പറഞ്ഞ ആൾക്കാരൊക്കെ വെല്ലുവിളിച്ചിട്ട് ശരീരം എന്തൊക്കെയാ ചെയ്യാൻ അത് മുഴുവൻ ചെയ്യുക. പാർട്ടിന്റെ ലൈനാണോ പിണറായി ചെയ്യുന്നത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 140 MLA കൂട്ടത്തിൽ നിന്ന് ആർജവത്തോടുകൂടി തന്റെ ഇടത്തോടുകൂടി ഈ സത്യങ്ങൾ പുറത്തു പറഞ്ഞ ഒരേ ഒരു ജനപ്രതിനിധി PV അൻവർ സാഹിബ. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ജനങ്ങളിൽ നിന്നുണ്ടാവും. അത് മാർക്സിസ്റ്റ് പാർട്ടിയെ നോക്കിയിട്ടോ ലീഗിനെ പ്രതിഷ്ഠിട്ടോ കോൺഗ്രസിനെ പ്രതിഷ്ഠിട്ടോ അല്ല. ജനങ്ങളാണ് MLAയുടെ ശക്തി. ഈ ജനക്കൂട്ടം ബാഹുല്യം MLAയുടെ പിന്നിൽ ശക്തമായി ഉണ്ടാവും. തീർച്ചയായിട്ടും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകും. കാരണം ഇയാൾ പറഞ്ഞ പോലെ തന്നെ 140 MLA ആർജവത്തോടെ ആൺകുട്ടിയായിട്ട് പിണറായിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ഒരേ അനീതിക്കെതിരെ ശക്തമായി പ്രതികരിച്ച ഒരാളാണ് PV അൻവർ സാഹിബ്. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും എല്ലാവരിൽ നിന്നുണ്ടാവും. ഈ ഭരണത്തിന്റെ കീഴിൽ ഏറ്റവും വലിയ അഴിമതിയും പക്ഷാപാതവും നടത്തുന്ന ഈ വേളയിൽ ധീരനായ അൻവറിന് 1000 അഭിവാദ്യങ്ങൾ. ആം ആദ്മി ഏറ്റെടുക്കും. ആം ആദ്മി ഏറ്റെടുക്കും. അരവിന്ദ് കെജ്രിവാൾ ഏറ്റെടുക്കും 100%. അൻവർ പറയുന്നത് കെജ്രിവാളിന്റെ ആശയാണ് പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ 100% ശരിയാ. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ജനിച്ച മണ്ണത്. അൻവറിനെ 2000 വോട്ട് ജയിപ്പിച്ച രണ്ടാമത് ഞങ്ങള് പാർട്ടി തന്നെ CPMന്റെ ആളേന് ഇപ്പൊ ഒരു 3-4 കൊല്ലായിട്ട് പാർട്ടിന് വിട്ടു നിൽക്കണേ. ഈ 10 കൊല്ലം ഭരണം കിട്ടിയില്ലേ, അതുകൂടി പാർട്ടി ഞങ്ങൾക്ക് പറ്റ പൊർത്തു. വാസ്തവുണ്ട്. ഇത് പിന്നെ തന്തപ്പൊടി മരുവണും മകളും കേരളം ഓൽക്കല്ല. ഓല് മനസ്സിലാക്കണം. അതിനുള്ള ചങ്കുറ്റത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിക്കണത്. ഓന്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും. മരുന്ന് മേലെ ഉണ്ടാവും. ഉണ്ടാവും. ഞങ്ങള് ആൺകുട്ടിയായിട്ടുണ്ടാവും. സെയിം സാധനം. വട്ടിക്ക് ഞാൻ ഈ 2000 രൂപ വണ്ടൂർക്കാരനാണ്. 2000 രൂപ വട്ടിക്ക് വെച്ചിട്ട് എനിക്ക് കിട്ടാല്ല. കാരണം എന്താ വട്ടിക്കാർ പറയുന്നത് ഈ ഗവൺമെന്റിൽ നിന്ന് ആർക്കും പണിയും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളൊക്കെ ഇപ്പൊ കഞ്ഞി കുടിച്ചിട്ട് എങ്ങനെ അറിയോ? സൗദി അറേബ്യയിലില്ല 48 റിയാലിന് 100 രൂപ കിട്ടുന്നോണ്ട് മാത്രം ഞങ്ങളൊക്കെ കഞ്ഞി കുടിച്ചു പോകണം. അങ്ങനെ എവിടെ ഞങ്ങൾ പണി? ഇതൊരു പണിക്കാരനെ കാണിച്ച നിങ്ങൾ ഏതെങ്കിലും ഒരു പണി കാണിച്ചെന്നാണ്, വല്ല കോറിയിലോ എന്തെങ്കിലും ഒരു ബാക്ക് കാണിച്ചെന്നാണ് നിങ്ങൾ ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്തെങ്കിലും. ഞങ്ങളവിടെ റോഡിന്റെ അവിടെ മാന്തിയിട്ട് പോയിട്ട് പിന്നെ കരാറുകാരനത്തിന് കാണാനല്ല. ഇന്റെ ഓട്ടോറിക്ഷന്റെ 3 റൗണ്ട് മാറി, 3 ചക്ര ഓട്ടോറിക്ഷന്റെ മാറ്റി. എവിടെ മരുന്ന് വേണ്ടിയാണ് അൻവർ സംസാരിക്കുന്നത്? അല്ലാതെ ആർക്ക് വേണ്ടിയിട്ട്? അൻവറിന് വേണ്ടിയിട്ടാണോ? മനുഷ്യർ 2 രൂപത്തിൽ സംസാരിക്കും. ഒന്ന് വ്യക്തിക്ക് വേണ്ടി സംസാരിക്കും, ഒന്ന് കുടുംബത്തിന് വേണ്ടി സംസാരിക്കും, ഒന്ന് ഗോത്രത്തിന് വേണ്ടി സംസാരിക്കും, ഒന്ന് സമൂഹത്തിന് വേണ്ടി സംസാരിക്കും. ഇവിടെ അൻവർ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, വ്യക്തിക്കല്ലല്ലോ. ഞാൻ വണ്ടൂരിൽ നിന്ന് വന്നാ
അയാളെ പെങ്ങൾ വണ്ടൂരുണ്ട്. നിങ്ങളെ പേര് പോകട്ടെ. എന്റെ അമ്മാനെ വിളി അന്തക്കൊന്നുമാ. ഞാൻ പൗതി മരുന്നലാണ്. ഞാൻ മരുന്നന്മാരിൽ പൗതി. എൻ്റെ അമ്മ മരുന്ന് മറിയമ്മയാണ്. ഞാൻ കരുമാരായ മൂട്ടിയാണ്. കരുമാര വീരാണേച്ചിന് വണ്ടൂര്. ഞാൻ ഇപ്പോൾ ഇത് കേൾക്കാൻ വന്നത് എന്താ, ഞങ്ങളുടെ കൂടെ കോളേജിലുണ്ടായിരുന്നാലും ഞാൻ പറയും NSSന്റെ ക്യാപ്റ്റനായിട്ട് ഞങ്ങൾക്ക് അമ്പുവാ. അന്ന് അമ്പ് കോൺഗ്രസ് എസ്സാ. ഷൗക്കത്തിലേക്കാണ് ഞാൻ അറിയും. മൂപ്പരന്ന് കോൺഗ്രസ്സുകാരനാ. ഇവിടെ കോൺഗ്രസ് ഒന്നും സുന്നിന്ന് വരാത്ത ആരെയും കയ്യില്. ഇവിടെ എല്ലാവരും സുന്നിന്ന് വന്നോലല്ലേ ജമാഅത്തുകാര്. അതാണ് അനുമോദ. അത്രത്തോളം അണികളുടെ ഒരു ആവേശം അവിടെയുണ്ട്. 50 കസേരകളാണ് അൻവർ ഇട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 50-ന് മുകളിൽ നിന്ന് കാണുന്ന ആളുകൾ അല്ലെ, 50-നൊക്കെ മുകളിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു. ഇനിയും വലിയ ഒരു തോതിലുള്ള ജനക്കൂട്ടത്തെ അവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. 6:30 മണിക്കാണ് അവിടെ പരിപാടി ആരംഭിക്കുക. അൻവറിൻ്റെ പൊതുസമ്മേളനം. CV അനുമോദാണ് അവിടെ അൻവറിൻ്റെ അണികൾക്കൊപ്പം ചേർന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം അല്പസമയത്തിനകം. ചൊക്കുളിയിലെ വീടിന് സമീപത്തുള്ള പാർട്ടിയുടെ സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മൃതദേഹം തലശ്ശേരി, കൂത്തുപറമ്പ്, ചൊക്കുളി എന്നിവിടങ്ങളിൽ പൊതുദർശനത്തിന് വെച്ചു. ആയിരങ്ങളാണ് പുഷ്പന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെയാണ് പുഷ്പന്, പാർട്ടിയുടെ സ്ഥലത്താണ് പുഷ്പന് ചിതയൊരുങ്ങുക. പാർട്ടി പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം ചുറ്റും കാണാം. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, വലിയ സാന്നിധ്യമാണ് രാവിലെ മുതൽ പാർട്ടി പ്രവർത്തകരുടെ. പാർട്ടി പൂർണ്ണമായും പുഷ്പനെ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? MS അനീഷ് കുമാർ ചേരും അല്പസമയത്തിനകം. ഏതായാലും രാവിലെ മുതൽ തന്നെ നിരവധി പാർട്ടി കേന്ദ്രങ്ങളിൽ പുഷ്പന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്നു. അവിടെയൊക്കെ നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് പുഷ്പനെ അവസാനമായി കാണാനെത്തിയത്. ചൊക്ലിയിലെ വീടിന് സമീപത്തുള്ള പാർട്ടിയുടെ സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. തലശ്ശേരി, കൂത്തുപറമ്പ്, ചൊക്ലി എന്നിവിടങ്ങളിൽ ഇതിനകം തന്നെ പൊതുദർശനത്തിന് വെച്ചു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 10,000 ഓരോ സ്ഥലത്തും. പാർട്ടി ഗ്രാമങ്ങളാണ്, പാർട്ടിയുടെ വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളാണിത്. ഇവിടെ 10,000 പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാനായി അങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നത്. അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് സംസ്കാര ചടങ്ങുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ സഖാവ് മാമൻ വാസു സഖാവിൻ്റെ സ്മാരക മന്ദിരത്തിൻ്റെ ടെറസിലിരിക്കുന്നവര് ശ്രദ്ധിക്കണം. അതിൻ്റെ സൈഡ് ഭിത്തി അധികം ബലം പ്രയോഗിച്ചാൽ പൊട്ടാനിടയുള്ളതാണ്. സഹാക്കൾ അപകടം വരുത്താതെ ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴും മുദ്രാവാക്യം വിളികൾ അവിടെ ഉയർന്നു കേൾക്കാം. പുഷ്പന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വലിയ സാന്നിധ്യം കാണാം പാർട്ടി പ്രവർത്തകരുടെ. മുദ്രാവാക്യം വിളികളോടെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അവർ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഏറെ വൈകാരികമായ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വൈകാരികമായ ഒരു യാത്രയെ തന്നെയാണ് പാർട്ടിയുടെ ജീവിച്ചിരുന്ന രക്തസാക്ഷിയായിരുന്ന പുഷ്പന് പാർട്ടി പ്രവർത്തകർ നൽകുന്നത്. 100 കണക്കിന് പ്രവർത്തകരാണ് രാവിലെ മുതൽ പുഷ്പന് അന്തിമോപചാരം അർപ്പിക്കാനായി വിവിധ ഇടങ്ങളിൽ ഉണ്ടായിരുന്നത്. രാവിലെ കോഴിക്കോട് DYFI ജില്ലാ ആസ്ഥാനത്തു നിന്നും വിലാപയാത്രയാണ് അദ്ദേഹത്തെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത്. കണ്ണൂരിൽ തലശ്ശേരിയിലായിരുന്നു ആദ്യ പൊതുദർശനം. 100 കണക്കിന് ആളുകൾ പുഷ്പന് അന്തിമോപചാരം അർപ്പിക്കാനായി തലശ്ശേരിയിൽ എത്തിച്ചു. ഇതിനുശേഷമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്ന, അല്ലെങ്കിൽ കൂത്തുപറമ്പ് സമരം രക്തരൂക്ഷിതമായി മാറിയ കൂത്തുപറമ്പ് സ്ഥലത്ത്, അവിടുത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ പൊതുദർശനം നടന്നത്. അവിടെയും ആവേശമുറ്റുന്ന മുദ്രാവാക്യം വീടുകളുമായി 100 കണക്കിന് പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളുമാണ് പുഷ്പനെ ഒരു നോക്ക് കാണാനായി, അവസാനമായി കാണാനായി എത്തിച്ചേർന്നത്. പിന്നീട് ആണ് ചൊക്ലിയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവന്നത്. ചൊക്ലി രാമവിലാസം സ്കൂളിലും ഏതാണ്ട് 2 മണിക്കൂറോളം ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. പാർട്ടി നേതാക്കൾ ഏതാണ്ട് എല്ലാവരും തന്നെ
ഈ സ്ഥലങ്ങളിലേക്ക് ഒഴുകിയെത്തുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാമവിലാസം സ്കൂളിലെ പൊതുദർശന നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ചൊവ്വയിലുള്ള ആ വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചത്. വീട്ടിലേതാനും ആ സമയം ശേഷമാണ് സൗകര്യമൊരുക്കിയ ഇടം പരമാവധി യുവ നേതാക്കൾ ഒന്ന് മാറി നൽകണം. സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യം അവിടെ കാണാം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും ദൃശ്യങ്ങളിൽ കാണാം. EP ജയരാജൻ അവിടെ മുൻ LDF കൺവീനർ അവിടെയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കുക എന്ന് മനസ്സിലാകുന്നു. കുത്തുപറമ്പ് വെടിവെപ്പിൽ വെടിയേറ്റ് തളർന്ന് പാർട്ടിയുടെ തണലിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പുഷ്പൻ എല്ലാ സംരക്ഷണവും എല്ലാ കാലത്തും പുഷ്പനായി പാർട്ടി ഒരുക്കുകയും ചെയ്തിരുന്നു. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കും. ADGP ദത്താത്രേയ ഒസബലെ കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ച് RSS നേതാവ് A. ജയകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൽ ആദ്യമായല്ല ഏതെങ്കിലും ADGP RSS നേതാക്കളെ കാണാൻ വരുന്നത്. അതിനൊക്കെ നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ സർക്കാർ ഇതിനായി പുതിയ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങേണ്ടി വരുമെന്നാണ് പരിഹാസം. CPI നേതൃത്വം കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കെ ഇനി എത്ര നാൾ ക്രമസമാധാന ചുമതലയുള്ള ADGP കസേരയിൽ MR അജിത് കുമാറിന് തുടരാൻ ആകും എന്നതിൽ ചോദ്യം ശക്തം. മുഖ്യമന്ത്രി ഇപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തൃശൂർ പൂര ദിവസം സ്ഥലത്തുണ്ടായിരുന്നിട്ടും കാര്യങ്ങൾ അലങ്കോലപ്പെടുമ്പോൾ ADGP ഇടപെടാത്തത് സംശയം വർദ്ധിപ്പിക്കുന്നു. ADGPയുടെ അന്നത്തെ സമീപനത്തിൽ DGPക്കും എതിർപ്പുണ്ട്. അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് DGP ഉടൻ സർക്കാരിന് സമർപ്പിക്കും. VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. RSS നേതാവ് ജയകുമാറിന്റെ വെളിപ്പെടുത്തൽ വെട്ടിലാക്കുന്നത് CPM-നെയാണ്. സ്വാഭാവികമായും കൂടിക്കാഴ്ചയെ RSS നേതാവ് ന്യായീകരിക്കുമ്പോൾ ഇതുവരെ MR അജിത് കുമാറിനെ സംരക്ഷിച്ചതാര് എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. ഘടകകക്ഷികൾ ഒന്നടങ്കം MR അജിത് കുമാറിനെ ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയാണ്. CPI മാത്രമല്ല, അതിൽ NCPയും RJDയും ഉൾപ്പെടെയുള്ള കക്ഷികൾ ADGPയെ മാറ്റണമെന്ന ആവശ്യവുമായി ശക്തമായി നിലകൊള്ളുന്നു. അവിടെ മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടിക്കാഴ്ചയെ RSS ന്യായീകരിക്കുന്നു. സ്വാഭാവികമായും അടുത്ത മാസം 4-ന് സഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു കാര്യം, മുഖ്യമന്ത്രിക്കും RSSനും ഒരേ നിലപാടാണ്. രണ്ടുപേരും MR അജിത് കുമാറിനെ സംരക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുമ്പോൾ എന്താണ് പൊതുവിലുള്ള താല്പര്യം? ഈ ചോദ്യമായിരിക്കും പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുക. ഈ പോസ്റ്റിൽ ജയകുമാർ പറയുന്നത് MR അജിത് കുമാർ മാത്രമല്ല RSSന്റെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഇതിനു മുൻപും ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ സർക്കാർ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങേണ്ടി വരുമെന്ന കാര്യം കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഇനി MR അജിത് കുമാറിനെ എത്ര നാൾ ADGP ലോ ആൻഡ് ഓർഡർ കസേരയിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷിച്ചു നിർത്താൻ കഴിയുമെന്ന ചോദ്യം കൂടി വരികയാണ്. കാരണം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിലെ രാഷ്ട്രീയമാണ് CPI പ്രധാനമായും ഉയർത്തുന്നത്. അവിടെ BJP ജയിക്കുകയും CPI മത്സരിച്ച മണ്ഡലവുമാണ്. അതുകൊണ്ട് തന്നെ അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. തൃശൂർ പൂരം നടന്ന ദിവസം ADGP MR അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അലങ്കോലപ്പെട്ട ശേഷം അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു എന്നതാണ് ആരോപണം. താൻ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം MR അജിത് കുമാർ സ്ഥിരീകരിക്കുന്നുമുണ്ട്. അങ്കിത് അശോകിന്റെ പരിചയക്കുറവാണ് ഈ കാര്യങ്ങൾ അലങ്കോലപ്പെട്ടതിന് ഇടയാക്കിയതെന്ന വിശദീകരണമാണ് ADGP നൽകിയത്. ഒരു സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ജൂനിയർ ഉദ്യോഗസ്ഥന്റെ തലയിൽ ഈ കുഴപ്പങ്ങളെല്ലാം കെട്ടിവെച്ച് MR അജിത് കുമാർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് വകവെച്ച് കൊടുക്കാൻ ഘടകകക്ഷികൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം അവർ ശക്തമായി ഉന്നയിക്കുന്നു. എത്ര ദിവസം ഇനി അജിത് കുമാറിന് കസേരയിൽ തുടരാൻ കഴിയും എന്നത് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.
CPM പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും കോർഡിനേറ്ററായി പ്രകാശ് കാരാട്ടിനെ നിയമിച്ചു. സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്നാണ് ചുമതല. ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റിയിലാണ് തീരുമാനം. മധുരയിൽ ചേരുന്ന 24ാം പാർട്ടി കോൺഗ്രസ് വരെയാകും ചുമതല. CPIക്ക് മുന്നിൽ ഒരു കാലത്തും UDF വാതിൽ അടച്ചിട്ടേയില്ലെന്ന് കെ മുരളീധരൻ. വരണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. CPIയുടെ ഒരു ഭാവി LDFൽ എന്താണെന്നാണ് കരുതുന്നത്? UDF CPIയോടുള്ള UDFിൻ്റെ ഒരു സമീപനം? അല്ല, CPIനോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. കാരണം ഇന്ത്യ മുന്നണിയുടെ എക്സിക്യൂട്ടീവിൽ അവരും അംഗമാണ്. BJPയെ നേരിടാൻ കോൺഗ്രസുമായിട്ട് സഖ്യം വേണം എന്നുള്ള അഖിലേന്ത്യാ നയം കേരളത്തിൽ അംഗീകരിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ CPI. അപ്പോൾ CPI അഖിലേന്ത്യാ തലത്തിലും ഒരു പരിധിവരെ കേരളത്തിലും ഒരു കോൺഗ്രസ് വിരോധമുള്ള സംഘടനയല്ല. UDFിൻ്റെ വാതിൽ തുറന്നു കിടപ്പുണ്ടോ? ഒരിക്കലും CPIയുടെ നേരെ ഞങ്ങൾ വാതിൽ കൊട്ടിയടക്കുന്നില്ല. പിന്നെ അകത്ത് കയറണോ വേണ്ടതെന്ന് അവർ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് അവരോട് ഒരു രാഷ്ട്രീയ എതിർപ്പില്ല. താനടക്കമുള്ള കോൺഗ്രസിലെ പല മുഖങ്ങളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ളവരാണെന്ന് കെ മുരളീധരൻ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചല്ല കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുക. ജയിച്ചു വരുന്ന MLA മാർ കൂട്ടായി തീരുമാനിക്കും. VD സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനുമെല്ലാം അതിന് അർഹരാണെന്നും മുരളി പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഉയർത്തി കാണിക്കുന്നത് ആരെയായിരിക്കും? അതിലൊരു ആശയക്കുഴപ്പം? അല്ല, ഞങ്ങൾക്ക് അതിൽ ആശയക്കുഴപ്പമൊന്നുമില്ല. സാധാരണ രീതിയിൽ ഞങ്ങളുടെ MLA മാർ കൂടിയിട്ടാണ് പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കുന്നതെങ്കിലും സാധാരണ രീതിയിൽ ഹൈക്കമാൻഡ് അനുവർത്തിക്കുന്ന നയം MLA മാരുമായി പേഴ്സണലായിട്ട് കൂടിയാലോചിച്ച് പാർട്ടി നേതാവിനെ നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ 2 തവണ പാർലമെൻ്ററി പാർട്ടിയിൽ അംഗമായിരുന്നല്ലോ MLA എന്നുള്ള നിലയ്ക്ക്. എന്നോടൊക്കെ പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് ആദ്യം ഉമ്മൻചാണ്ടീനെ നിശ്ചയിച്ചതിന് രണ്ടാമത് രമേശ് ചെന്നിത്തലയെ തീരുമാനിച്ചു. ജയിച്ചു വരുന്ന MLA മാരുമായിട്ട് പേഴ്സണലായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തിയിട്ടായിരിക്കും പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുക. ഓക്കെ. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പം എത്ര ആരോപണങ്ങൾ വരുമ്പോഴും പിണറായി എന്ന് പറയുന്നത് CPMൻ്റെ LDFിന് മുഖമായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഒരു മുഖം മത്സരത്തിന് വേണ്ടേ? അല്ല, എന്താ ആരുടെ മുഖങ്ങളാണ് മോശം? VD സതീശൻ്റെ മുഖത്തിന് എന്താ കുഴപ്പം? എന്താ രമേശ് ചെന്നിത്തലയുടെ എന്താ മോശം? എന്താ ഞങ്ങളുടെ മുഖത്തിനൊക്കെ എന്താ കുഴപ്പം? എന്താ അതൊക്കെ ആ നേരം വരുമ്പോൾ ആലോചിക്കുക. MLA മാർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് അന്ന് തീരുമാനിച്ചാൽ മതിയല്ലോ. ഇനി പാർട്ടി പറയുന്നത് പോലെ എടുത്തിയാളാനില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. പറയുന്നിടത്ത് മത്സരിക്കാനില്ല. തനിക്ക് കൂടി ശരിയെന്ന് ബോധ്യമുള്ളതേ ചെയ്യുമെന്നും മുരളീധരൻ തുറന്നടിച്ചു. ഈ പാർട്ടിക്ക് സാധാരണ എന്ത് വെല്ലുവിളികൾ വരുമ്പോഴും മറ്റു മുതിർന്ന നേതാക്കന്മാരൊന്നുമല്ല, കെ മുരളീധരൻ വരുന്നു, ആ മണ്ഡലത്തിൽ നിൽക്കുന്നു, അങ്ങനെ പാർട്ടിയെ രക്ഷിക്കുന്നു എന്നുള്ളൊരു. ഇനി അങ്ങനെ ഒരു പരീക്ഷണത്തിന് താങ്കൾ നിന്നു? ഇല്ല, ഇനി ആ പരീക്ഷണമല്ല. എനിക്ക് കൂടെ ബോധ്യപ്പെട്ട ഒന്നാമത് നിൽക്കണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ കാലത്തെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അധികം താല്പര്യം കാണിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇനി എന്ത് വേണമെന്നുള്ളത് പാർട്ടി തീരുമാനിക്കുമ്പോൾ അതിൽ എനിക്ക് കൂടെ സ്വീകാര്യമാണെങ്കിൽ മാത്രമേ ഞാനൊരു മത്സരത്തിലേക്ക് പോവുകയുള്ളൂ. അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. അതല്ലാതെ മത്സരിക്കണം എന്നൊരു നിർബന്ധം എനിക്കില്ല. പിന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാനമാണ്. വട്ടിയൂർക്കാവിൽ ഒരുപാട് വർഷം ഞാൻ 8 വർഷം MLA ആയിരുന്നു. അതുകൊണ്ട് ആ നിയോജകമണ്ഡലമായിട്ട് ഇഴുകി ചേർന്ന് ഇപ്പോഴും നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം മത്സരിക്കണം എന്നല്ല. മത്സരിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ പല കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അതിപ്പോൾ ആലോചിക്കുന്നില്ല. വട്ടിയൂർക്കാവിൽ പക്ഷേ ഫോക്കസ് ചെയ്യുകയാണല്ലോ. വട്ടിയൂർക്കാവിൽ ഞാനുണ്ട്. അതിപ്പോൾ ഞാൻ എന്നും ഉണ്ടാവും അവിടെ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതൊരു കുടുംബ ബന്ധമാണ്. ആ ബന്ധം എന്നും ഉണ്ടാവും. പക്ഷേ മത്സരിക്കണോ വേണ്ടേ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാനിപ്പോൾ എത്തിയിട്ടില്ല. അങ്ങനെ മനസ്സിലില്ല. അങ്ങനെ ഇപ്പോൾ മനസ്സിലില്ല. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുമോ എന്നതിൽ ആകാംക്ഷ ഉയരുന്നു. NCPയിലെ മുൻധാരണ പ്രകാരം 2.5 വർഷം പിന്നിടുമ്പോൾ തോമസ് കെ തോമസ് മന്ത്രിയാകേണ്ടതാണ്. എന്നാൽ മന്ത്രിപദം ഒഴിയുന്നതിൽ ശശീന്ദ്രന് താൽപ്പര്യമില്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. മന്ത്രിസ്ഥാനം നഷ്ടമായാൽ പാർട്ടി അധ്യക്ഷ സ്ഥാനം ശശീന്ദ്രൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. നീക്കം വിജയിച്ചാൽ PC ചാക്കോ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിക്കും. ഇടവേള.